നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി ഉന്നക്കായൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ എന്താ ഒരു പാനിലേക്ക് ആവശ്യത്തിന് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ തേങ്ങയും പഞ്ചസാരയും പിന്നെ നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ പഴം കട്ട് ചെയ്തിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കണം. എന്നിട്ട് ഈ വേവിച്ച പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല രീതിക്ക് അങ്ങോട്ട് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ചെറിയ ബോൾസ് ആയിട്ട് മാറ്റി കൊടുത്ത് അതിൽ ഓരോന്നിലും ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് ഫില്ലിങ്സ് നിറച്ച് ഉന്നക്കായൻ്റെ ആ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. അങ്ങനെ എല്ലാതും ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഈ ഓരോ ഉന്നക്കായ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിതാ എല്ലാതും ഉന്നക്കായൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.